എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിയർ ബോട്ടിലുമായിട്ടാണ്. അതും ഒരു നീല കളറിലെ ബിയർ ബോട്ടിൽ. നീലയില്ലെങ്കിൽ ബ്രൗൺ എടുക്കാം, പച്ച എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു കളറ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. വേറെ ബേസ് കോട്ടോ കളറോ ഒന്നും കൊടുക്കണില്ല. ഇതിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. സാധാരണ ചോറ് കഴിക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി കാണുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നേരെ കളർ ചെയ്ത് 2-3 കളർ കൊടുത്തിട്ട് നേരെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാവുന്ന. അങ്ങനെയല്ല കേട്ടോ, കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാം. അപ്പോൾ അരി കുറച്ചെടുത്തിട്ട് ഒരു പേപ്പറോ പ്ലാസ്റ്റിക് കവറിലോ പാത്രത്തിലോ എവിടെയെങ്കിലും ഇടുക. എന്നിട്ട് അക്രിലിക് പെയിൻറ്റ് ഞാൻ മഞ്ഞ കളറാണ് കൊടുക്കുന്നത്, യെല്ലോ കളർ കൊടുക്കുന്നത്. നമുക്കിവിടെ യെല്ലോ കളറാണ് വേണ്ടത്. അപ്പോൾ അത് കൊടുക്കാം. അത് കൊടുത്ത് കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുത്ത് വയ്ക്കാം. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഉണക്കി കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് തിരുമ്മുമ്പോൾ തന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ഒരു ബുക്കിൻ്റെ കവറുണ്ടല്ലോ, ആ ഒരു കട്ടിയിൽ കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അത് ചെറുത് മതിയാവും. ഒരു 3 എണ്ണം ഞാനിവിടെ എടുക്കുന്നുണ്ട്. ചെറുത് ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫെവിക്കോൾ എടുക്കുക. ഫെവിക്കോൾ വെച്ചിട്ട് നമ്മളൊരു ബ്രഷ് എടുക്കുക. ബ്രഷ് അല്ലെങ്കിൽ സ്റ്റിക്കോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ആ ഒരു ഫെവിക്കോള് നേരെ ആ ഒരു വട്ടത്തിൽ നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പീസിലോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ അരി ആ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട്, അതിൽ അറ്റം കൊണ്ട്, ഈ ബ്രഷാണ് എടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിക്കാണ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ അറ്റം കൊണ്ട് ഗ്ലൂവിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓരോ അരി ഒരെണ്ണമായിട്ട് ടച്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു കണ്ടില്ലേ, ഇതുപോലെ ബ്രഷിൽ ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു അറ്റം കൊണ്ട് ഓരോ അരിയും നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ബ്രഷിൻ്റെ അറ്റത്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ കൈ കൊണ്ട് എടുക്കാൻ നിൽക്കണ്ട. കൈ കൊണ്ട് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഓരോ അരിയും പെറുക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഓരോ അരിമണികളും നമുക്ക് വെറുക്കാൻ ഭയങ്കര പണിയാണ് അല്ലേ. അപ്പോൾ അത് ആ ഒരു ഡയലോഗ് ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ ഈ ഒരു ഓരോ അരിയും നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഓരോന്നിങ്ങനെ പെറുക്കി ഇങ്ങനെ അടുക്കി വട്ടം ഫുള്ള് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ ആ ഒരു വട്ടം ഫുള്ള് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം, എന്നാലും നല്ല രസമാണ്. ഇതിങ്ങനെ അടുക്കി വെക്കുമ്പോൾ ഒരു കാണാൻ നല്ല ഭംഗിയാണ്. ചെയ്തെടുക്കുമ്പോൾ ഒരു വ്യത്യസ്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ 2 ലെയർ ഞാൻ എടുത്തിട്ടുണ്ട്. 2 ലെയർ നമുക്ക് ആ ഒരു വട്ടത്തിൽ കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ള ഒരു വട്ടം കട്ട് ചെയ്തെടുക്കണം. ഒരു 2 അല്ലെങ്കിൽ 3 ലെയർ ആയാലും കുഴപ്പമില്ല. പക്ഷേ ആ ഒരു സെൻറ്റർ ഭാഗത്ത്, അതായത് നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു കുറച്ച് സ്പേസ് വേണം കേട്ടോ. കുറച്ചൊരു സ്ഥലം നമുക്ക് വേണം. കാരണം അവിടെ നമുക്ക് കുറച്ച് വേറെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ആ ഒരു വട്ടഭാഗം വിട്ടിട്ട് വേണം. അപ്പോൾ 2-3 ലെയർ നിങ്ങൾക്ക് അരി ഇതുപോലെ അടുക്കി വെക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 2 ലെയർ ഞാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ആ ഒരു സർക്കിൾ ചെറുതായിരുന്നു, അതുകൊണ്ടാണേ. അപ്പോൾ അത് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ എന്നിട്ട് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്നും കൂടെ ഗ്ലൂ അതിൻ്റെ മേളിലൂടെ ഒന്നും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഉണങ്ങിയതിന് ശേഷം ആ ഒരു സെൻറ്റർ ഭാഗം കൊണ്ട് ആ നടുഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ബ്രൗൺ കളറിലെ അരി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അരിയിൽ കളർ കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അത് കുറച്ച് മതി. ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് കുഞ്ഞായിട്ടൊന്ന് നമുക്ക് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് ഇതുപോലെ 2 ബ്രഷും കൂടി എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുമ്മാ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്, കണ്ടോ. അപ്പോൾ കുറച്ച് ആ ഒരു നടുഭാഗത്തായിട്ട് ഫെവിക്കോളിൽ ഞാൻ ആദ്യം തന്നെ ഫെവിക്കോൾ ഒഴിച്ചു വെച്ചു, എന്നിട്ടാണ് അതിലോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഫെവിക്കോളും വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുകയാണ്, വാർണിഷിന് പകരം. അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം ഫുള്ള് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വേണം, വാർണിഷ് എന്തായാലും വേണം. കാരണം ഇതിലൊക്കെ പെട്ടെന്ന് പൂപ്പൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അരിയല്ലേ. അപ്പോൾ ഇങ്ങനത്തെ സീഡ്സൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വാർണിഷ് അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് 3 എണ്ണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കമ്പി വേണം. ഫ്ലവർ മേക്കിംഗ് കമ്പിയും ആ ഒരു ടേപ്പും ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. സാധാരണ ഫ്ലവർ എങ്ങനെയാണോ ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ വൂളന്നൂലെടുക്കാം, പച്ച കളറിലെ വൂളന്നൂൽ. അതായത് സ്റ്റെം എങ്ങനെയാണോ അതിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് വൂളന്നൂലെടുക്കാം. ഇല്ലെങ്കിൽ വെള്ള നൂലെടുത്തിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. ഇതുപോലെ ഫ്ലവർ മേക്കിംഗ് കമ്പി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ഒരു പരിപാടി കഴിയും. അപ്പോൾ അത് മാസ്കിൻ്റെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അപ്പോൾ തണ്ടിന് ആയിട്ടുണ്ട്. അപ്പോൾ 3 തണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഗ്ലൂഗൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ ഈ ഒരു
വൂളൻ ത്രെഡ് അല്ല, കമ്പിയാണ്. അപ്പോൾ നല്ലോണം ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് 3 എണ്ണം അറേഞ്ച് ചെയ്യണ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് 3, 4, 5 അത് പൂക്കൾ നമ്മുടെ ഇഷ്ടമാണ്, അതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചെറുതും വലുതും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സൂര്യകാന്തി പൂവാണ്, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സൂര്യകാന്തി പൂവാണല്ലോ. അപ്പോൾ അതെടുത്ത് ഓരോന്നും നമുക്കെടുത്ത് ഈ കുപ്പിയിൽ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നീല കളറിലെ ബോട്ടിൽ ചെയ്യുമ്പോൾ ഈ ഒരു മഞ്ഞ കളറിലെ പൂ കാണാൻ നല്ല ഭംഗിയായിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി, അതാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കളേഴ്സൊക്കെ മാറ്റി കൊടുക്കാം, കളർ കോമ്പിനേഷൻ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഓരോ ഫ്ലവറായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻറ്റാണ് എൻ്റെ സപ്പോർട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ഹായ് പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, പേര് എടുത്ത് പറയണം കേട്ടോ. പിന്നെ വേണ്ടത് നിങ്ങളുടെ ട്രൈഡ് പിക്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലൂടെ വരാം കേട്ടോ. നമ്മൾ ഫോം ഷീറ്റ് കൊണ്ട് നമ്മളൊരു ലീഫ് 3 എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ലീഫ് ഉണ്ടെങ്കിൽ അത് മതിയാവും. എന്നിട്ട് ഞാനൊന്ന് പച്ച കളറ് പോരാ, ആ ഒരു കളറ് ഭംഗി വരുന്നില്ല ആ ഒരു ഫോം ഷീറ്റിന്. അപ്പം ഞാൻ പച്ച കളറൊന്ന് കൊടുത്തു, എന്നിട്ടൊരു ബോയും വെച്ച് കൊടുത്തു. ആ ഒരു ജോയിൻ്റ് ഭാഗത്ത് അറിയാതിരിക്കാൻ വേണ്ടി, ആ ഒരു കെട്ട് അറിയാതിരിക്കാൻ വേണ്ടി ഞാനൊരു പച്ച ബോയും വെച്ച് കൊടുത്തു റിബൺ വെച്ചിട്ട്. ഇപ്പം എങ്ങനെയുണ്ട്, നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ കഴുത്ത് ഭാഗത്ത് കുറച്ച് മഞ്ഞ വൂളനൂലും ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട്, കളർ കോമ്പിനേഷൻ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പം ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, കൂട്ടുകാർക്കും ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും കേട്ടോ. ടാറ്റാ, ബൈ.